നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വാക്കുകളിൽ ഒന്നാണ് ഹിന്ദുത്വ. ചിലർ അതിനെ അഭിമാനത്തോടെ കാണുന്നു, ചിലർ ഭയത്തോടെ ആണ് അതിനെ കാണുന്നത്, ചിലർ അതിൽ പൊളിറ്റിക്സ് മാത്രം കാണുന്നു. പക്ഷേ ഒരു വലിയ ചോദ്യം, ഈ ഹിന്ദുത്വ എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയം മാത്രമാണോ? അല്ലെങ്കിൽ അതിന് പിന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സിവിലൈസേഷൻ കോൺഷ്യസ്നെസ് ഉണ്ടോ? ഈ ചോദ്യം മനസ്സിലാക്കാൻ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഹിന്ദു എന്ന വാക്ക് ഒറിജിനലി ഒരു റിലീജിയൻ എന്ന നിലയിൽ ഉണ്ടായതല്ല. അതൊരു സിവിലൈസേഷൻ ഐഡന്റിറ്റി ആയിരുന്നു. സിന്ധു നദിക്കപ്പുറത്ത് ജീവിച്ചിരുന്ന ജനങ്ങളെ പുറത്തുള്ളവർ ഹിന്ദു എന്ന് വിളിച്ചു. പിന്നീട് ആ സംസ്കാരം, ആ പാരമ്പര്യം, ആ ആത്മീയ ജീവിത രീതി ഹിന്ദു സിവിലൈസേഷൻ ആയി മാറി. അതായത് സനാതനധർമ്മ ഒരു സിംഗിൾ ബുക്ക് അടിസ്ഥാനമാക്കിയ സിസ്റ്റമല്ല, ഒരു സിംഗിൾ പ്രോഫിറ്റ് അടിസ്ഥാനമാക്കിയ സിസ്റ്റമല്ല, ഒരു സിംഗിൾ പാത്ത് അടിസ്ഥാനമാക്കിയ സിസ്റ്റമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് വ്യത്യസ്തമാകുന്നത്. ഇവിടെ മെഡിറ്റേഷനുണ്ട്, ഭക്തിയുണ്ട്, യോഗയുണ്ട്, ഫിലോസഫിയുണ്ട്, ഈവൻ എത്തിസം വരെയുണ്ട്. ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ളൊരു സിവിലൈസേഷൻ ലോകത്ത് വളരെ അപൂർവമാണ്. ഇനിയൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ സിവിലൈസേഷൻ ആയിരക്കണക്കിന് വർഷങ്ങൾ സർവൈവ് ചെയ്തത്? ലോകത്ത് വലിയ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞു, സംസ്കാരങ്ങൾ ഇല്ലാതായി. പക്ഷേ സനാതനധർമ്മം ഇന്നും ജീവിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ഇത് റിജിഡല്ല, ഇതൊരു ലിവിങ് സിവിലൈസേഷനാണ്, കാലത്തോടൊപ്പം അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന സിവിലൈസേഷൻ. ഇനി മറ്റൊരു കാര്യം, ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവ വെറും ആരാധനാലയങ്ങൾ മാത്രമല്ല, അവ സിവിലൈസേഷൻ മെമ്മറി കൂടിയാണ്. കല, സംഗീതം, നൃത്തം, വാസ്തുവിദ്യ, ആത്മീയത, ഇതെല്ലാം ക്ഷേത്രങ്ങളിലൂടെ തലമുറകളിലേക്ക് യാത്ര ചെയ്തു. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിച്ചിട്ടും സിവിലൈസേഷൻ ഡിസപ്പിയർ ആവാത്തത്. കാരണം സനാതനധർമ്മ ബുക്സിൽ മാത്രം ഉണ്ടായിരുന്നതല്ല, മനുഷ്യരുടെ ജീവിതത്തിലായിരുന്നു. ഫെസ്റ്റിവലിൽ, കുടുംബത്തിൽ, ഭക്ഷണത്തിൽ, ഭാഷയിൽ, കലയിൽ, ഈവൻ ഡെയിലി റിച്വൽസിൽ പോലും സനാതനധർമ്മം ഉണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ശക്തി. ഇനി ഹിന്ദുത്വത്തെക്കുറിച്ച് സംസാരിക്കാം. ഇന്ന് ഈ വാക്ക് കേൾക്കുമ്പോൾ പലർക്കും പൊളിറ്റിക്സ് മാത്രമാണ് ഓർമ്മ വരുന്നത്. ഒരു വിഭാഗം ആളുകൾ ഹിന്ദുത്വ എന്ന വാക്കിനെ കൾച്ചറൽ സെൽഫ് റെസ്പെക്റ്റായി കാണുന്നു. അവർ പറയുന്നത് നൂറ്റാണ്ടുകളോളം ഇന്ത്യയുടെ സിവിലൈസേഷൻ കോൺഷ്യസ്നെസ് വീക്ക് ആക്കപ്പെട്ടു, കൊളോണിയൽ മൈൻഡ് സെറ്റ് വളർന്നു, സ്വന്തം സംസ്കാരത്തെക്കുറിച്ചുള്ള ഇൻഫീരിയോറിറ്റി ഉണ്ടാക്കി. പക്ഷേ ഇപ്പോൾ ഇന്ത്യ വീണ്ടും സ്വന്തം റൂട്ട്സ് തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ്. അതാണ് അവർ ഹിന്ദുത്വ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഹിന്ദുത്വ എന്ന വാക്കിനെ എല്ലാവരും ഒരേ രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നില്ല. ചിലർ അത് അഗ്രസീവ് പൊളിറ്റിക്സായി ഉപയോഗിക്കുന്നു, ചിലർ ഐഡന്റിറ്റി കൾച്ചറായി കാണുന്നു, ചിലർ സ്പിരിച്വൽ നാഷണലിസമായി കാണുന്നു. അതിനാൽ ഈ വിഷയത്തെ ഷാലോ ആയി കാണാൻ പാടില്ല. കാരണം ഇത് ഇന്ത്യയുടെ ഐഡന്റിറ്റിയുമായി ബന്ധമുള്ള വലിയൊരു ഡിബേറ്റാണ്. ഇനിയൊരു അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ സിവിലൈസേഷൻ ഐഡന്റിറ്റിയെക്കുറിച്ച് ചർച്ചകൾ വർദ്ധിക്കുന്നത്? കാരണം ലോകം ഗ്ലോബൽ ആകുമ്പോൾ പല സമൂഹങ്ങളും സ്വന്തം റൂട്ട്സ് വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഉദാഹരണം, ചൈന സ്വന്തം സിവിലൈസേഷൻ നെറേറ്റീവ് ശക്തമാക്കുന്നു. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സ്വന്തം കൾച്ചറൽ ഐഡന്റിറ്റി ശക്തമാക്കുന്നു. ഈവൻ യൂറോപ്പ് പോലും ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഇന്ത്യ സ്വന്തം സിവിലൈസേഷനെ കുറിച്ച് സംസാരിക്കുന്നത് സർപ്രൈസിംഗ് അല്ല. പക്ഷേ ഇവിടെ ഒരു ഡേഞ്ചറുണ്ട്. സിവിലൈസേഷൻ പ്രൈഡ് ഹേറ്റഡായി മാറരുത്. കാരണം യഥാർത്ഥ സനാതനധർമ്മം ഇൻസെക്യൂരിറ്റി പഠിപ്പിക്കില്ല, ഹേറ്റഡ് പഠിപ്പിക്കില്ല. അത് ഡീപ്പർ അവെയർനെസ് പഠിപ്പിക്കും, ഇന്നർ സ്ട്രെങ്ത് പഠിപ്പിക്കും, സ്പിരിച്വൽ കോൺഫിഡൻസ് പഠിപ്പിക്കും. ഇതാണ് ഡിഫറൻസ്. ഒരു സ്ട്രോങ് സിവിലൈസേഷന് മറ്റുള്ളവരെ ഹേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മറ്റൊരു വലിയ ഐറണി, ഒരു കാലത്ത് ഇന്ത്യൻ സംസ്കാരത്തെ ബാക്ക്വേർഡ് എന്ന് വിളിച്ച ലോകം ഇന്ന് യോഗ പഠിപ്പിക്കുന്നു, മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നു, ആയുർവേദം പഠിപ്പിക്കുന്നു, മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കുന്നു. ഇത് എന്താണ് കാണിക്കുന്നത്? ഇന്ത്യയുടെ സ്പിരിച്വൽ ഹെറിറ്റേജ് ഇപ്പോഴും പവർഫുൾ ആണെന്നാണ്. ഇനിയൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇന്ന് കോടിക്കണക്കിന് ആളുകൾ കാശിയിലേക്കും ശബരിമലയിലേക്കും കേദാർനാഥിലേക്കും പോകുന്നത്? ഇത് വെറും റിലീജിയൻ കൊണ്ടാണോ? അല്ല, പലപ്പോഴും
മനുഷ്യൻ തൻ്റെ റൂട്ട്സ് അന്വേഷിക്കുന്നത് കൊണ്ടാണ്. ഒരു സിവിലൈസേഷനോട് ഇമോഷണലി കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം മോഡേൺ വേൾഡ് മനുഷ്യന് കംഫർട്ട് നൽകും, പക്ഷേ ബിലോങ്ങിങ് എപ്പോഴും നൽകണമെന്നില്ല. അവസാനമായി, ഹിന്ദുത്വ വെറും പൊളിറ്റിക്സ് ആണോ, അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ മെമ്മറിയുടെ തിരിച്ചുവരവാണോ? സനാതന ധർമ്മം വെറും ഒരു പഴയ വിശ്വാസമാണോ, അല്ലെങ്കിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു സിവിലൈസേഷൻ ആണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.